പ്രിയ കുഞ്ഞുഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയിൽ പുതുപ്പള്ളി ഒന്നാം ചരമവാർഷികത്തിൽ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി അങ്കണത്തിൽ നടന്ന അനുസ്മരണ പരിപാടി ഗവർണർ ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് ഗവർണർ അനുസ്മരിച്ചു. ഉമ്മൻചാണ്ടിയുടെ നന്മകൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അനുസ്മരണ പ്രസംഗം. കുഞ്ഞൂഞ്ഞെന്ന വിളിപ്പേര് മലയാളത്തിൽ പറഞ്ഞ ഗവർണർ മാതൃകയാക്കാവുന്ന നേതാക്കളിലൊരാളാണ് ഉമ്മൻചാണ്ടിയെന്നും ഓർമ്മിപ്പിച്ചു. എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന കുഞ്ഞൂഞ്ഞ് എന്നായിരുന്നു വിശേഷണം. പിന്നീട് വേദിയിൽ കരഘോഷം. പരാതിയും ആവശ്യങ്ങളും ആയി ആർക്കും സമീപിക്കാവുന്ന ജനപ്രതിനിധി ആയിരുന്നു അദ്ദേഹം. ജനങ്ങൾ ആകട്ടെ അദ്ദേഹത്തെ സ്വന്തം കുഞ്ഞുഞ്ഞിനെ I hope I have not done great injustice to the pronunciation. പുരുഷാരവത്തിന്റെ നടുവിൽ നിൽക്കുന്ന യേശുക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്ന ഭരണാധികാരിയും ജനനേതാവുമായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ഞാനപ്പോൾ ഓർത്തത് പുരുഷാരത്തിന്റെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. ഞാനപ്പോൾ ഓർത്തതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവൻ പുരുഷാരത്തെ ഇടയൻ നഷ്ടപ്പെട്ട ആട്ടിൻകൂട്ടം ചിന്നിയതും ചിതറിയതുമായി നിൽക്കുന്ന കണ്ട് അവരോട് മനസ്സലിഞ്ഞു എന്നാണ്. ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന കണ്ണീർ വറ്റിപ്പോയ കണ്ണുകളുമായി നിൽക്കുന്ന മനുഷ്യരോട് അലിഞ്ഞ് അവരോട് മനസ്സ് കാട്ടിയതാണ് ക്രിസ്തുവിനെയും ഉമ്മൻചാണ്ടിയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഉമ്മൻചാണ്ടി കാട്ടിയ ആ വഴിയത. അനുസ്മരണ സമ്മേളനത്തിൽ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യു തൃതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെയും സ്കോളർഷിപ്പ് വിതരണത്തിന്റെയും ഉദ്ഘാടനവും നടന്നു. ഉമ്മൻചാണ്ടി ട്രസ്റ്റിലേക്ക് സംഭാവനകൾ നൽകിയ പ്രമുഖരെ വേദിയിൽ ആദരിച്ചു. ചടങ്ങിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുത്തു. രാവിലെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. മെത്രാപ്പൊലീത്തമാരായ യോഹന്നോന്മാർ പോളികാർപ്പസ്, യോഹന്നോന്മാർ ദിയാസ്കോറസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കല്ലറയിലും ഉമ്മൻചാണ്ടിയുടെ വീട്ടിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഛായാചിത്രങ്ങളും കൈകളിൽ പുഷ്പവുമായി കല്ലറയിൽ ജനപ്രവാഹമായിരുന്നു. ജനഹൃദയങ്ങളിൽ ഇന്നും മരിക്കാത്ത ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാനായി ആയിരങ്ങളാണ് പുതുപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.